നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കോൺഗ്രസ് പിടിമുറുക്കുന്നു. സീറ്റ് വിഭജനത്തിൽ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ്. ഒരു സീറ്റെങ്കിലും അധികം വേണമെന്ന മാണിയുടെ ആവശ്യം തള്ളി. മുന്നണിയുമായി ഉടക്കി നിൽക്കുന്ന ജേക്കബ് ഗ്രൂപ്പിന് അങ്കമാലി വിട്ടുനൽകില്ലെന്നും പ്രഖ്യാപനം. അതിനിടെ ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ. മാവേലിക്കര RSPക്ക് വിട്ടുനൽകും. നേമം സീറ്റിൽ മത്സരിക്കാനില്ലെന്ന JDU നിലപാടിൽ കോവളം വെച്ചുമാറിയേക്കും. തർക്കം പരിഹരിക്കാൻ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും തുടരും. സ്ഥാനാർത്ഥികളുടെ ചുരുക്കപ്പട്ടികയ്ക്ക് രൂപം നൽകാൻ ഉമ്മൻചാണ്ടിയും സുധീരനും ചെന്നിത്തലയും ഉൾപ്പെട്ട 3-അംഗ പാനൽ 26-നു ചേരുന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയാകും. ഇതേ തുടർന്ന് ഹൈക്കമാൻഡ് അനുമതിയോടെ ഏപ്രിൽ ആദ്യവാരം അന്തിമ പ്രഖ്യാപനമുണ്ടാകും. പ്രതീക്ഷകൾക്ക് തുരങ്കം വെച്ച് പൂഞ്ഞാറിൽ PC ജോർജിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി CPM നിലപാട്. സീറ്റ് നൽകാമെന്ന് ജോർജിന് ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രതികരണം ഇടതു പിന്തുണയോടെ പൂഞ്ഞാറിൽ മത്സരിക്കുമെന്ന ജോർജിന്റെ സ്വയം പ്രഖ്യാപനത്തിന് പിന്നാലെ. LDFനോട് സഹകരിക്കാൻ തയ്യാറാകുന്ന എല്ലാവർക്കും സീറ്റ് നൽകാനാവില്ല. ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. PC ജോർജിനെ ഇടതു സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തർക്കങ്ങൾക്ക് തുടക്കം ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് LDFനോട് പൂഞ്ഞാർ സീറ്റ് ആവശ്യപ്പെട്ടതോടെ. ദുരൂഹത ഒഴിയാതെ കലാഭവൻ മണിയുടെ മരണത്തിൽ അവ്യക്തത തുടരുന്നു. സഹായികളുടെ മൊഴിയിൽ സംശയത്തക്ക വൈരുദ്ധ്യമില്ലെന്ന് പോലീസ്. മരണകാരണം കൊലപാതകമോ ആത്മഹത്യയോ എന്നതിൽ കൂടുതൽ പരിശോധന വേണമെന്നും അന്വേഷണ സംഘം. അതിനിടെ മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് വിശദ അന്വേഷണം. കൊച്ചിയിലെ ഗുണ്ടാ തലവനെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ്. ഇയാൾക്ക് മണിയുടെ സമ്പാദ്യങ്ങളെപ്പറ്റി വ്യക്തമായ അറിവുണ്ടെന്നും നിഗമനം. മണിയുടെ ഭാര്യാപിതാവ് സുധാകരനെ ചോദ്യം ചെയ്ത പോലീസിന് മരണകാരണം സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭിച്ചില്ല. സുധാകരന്റെ മൊഴിയിൽ അസ്വാഭാവികതയില്ലെന്നും പോലീസ്. കുരുക്കഴിക്കാൻ ആന്തരികാവയവങ്ങൾ ഡൽഹിയിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കാനും ആലോചന. തർക്കങ്ങളുടെ തട്ടകം. സീറ്റ് വിഭജനം സംബന്ധിച്ച പടലപ്പിണക്കത്തിൽ പരിഹാരം തേടി LDF. ആഴ്ചകൾ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ തൃപ്പൂണിത്തുറ CPM സീറ്റിൽ ധാരണയായി. മന്ത്രി ബാബുവിനെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച CM ദിനേശ് മണി ഇത്തവണയും ജനവിധി തേടും. ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിന് അധിക സീറ്റ് നൽകുന്നതിൽ അതൃപ്തി അറിയിച്ച് CPI. വിമത സഖ്യത്തിന് തങ്ങളുടെ ചെലവിൽ സീറ്റ് നൽകാനാകില്ല. പിളർന്ന പാർട്ടിക്ക് മുന്നണിയിൽ അമിത പരിഗണന നൽകുന്നുവെന്നും ആക്ഷേപം. അതേസമയം കൊല്ലത്ത് മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരവെ സീറ്റിൽ പിടിമുറുക്കി PK ഗുരുദാസൻ. മുകേഷിന് ജയസാധ്യതയില്ലെന്ന് സെക്രട്ടേറിയറ്റിൽ വാദം. 2 തവണ MLA ആയ ഗുരുദാസനെ സംസ്ഥാന നേതൃത്വം ഒഴിവാക്കിയത് പ്രായക്കൂടുതൽ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തും. പടയൊരുക്കി ധർമ്മജനസേന. BJPയുമായി ചേർന്ന് കന്യംഗത്തിന് ഒരുങ്ങുന്ന BDJSന് ഇനി പ്രചരണകാലം. 37 സീറ്റുകൾ വിട്ടുനൽകാൻ ധാരണയായതോടെ തർക്കങ്ങൾക്കും പരാതികൾക്കും ഫുൾ സ്റ്റോപ്പ്. സീറ്റുകളുടെ എണ്ണം കൂട്ടുകയല്ല, മറിച്ച് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്ന് തുഷാർ വെള്ളാപ്പള്ളി. NDA മുന്നണിയിലെ മറ്റ് കക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ ശനിയാഴ്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുമെന്ന് കുമ്മനം രാജശേഖരൻ. നാളെ ചേരുന്ന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ 2-ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. ഇതേ തുടർന്ന് പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം 27-ന്. തുടരുന്ന ധിക്കാരം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉപരോധം വകവയ്ക്കാതെ മിസൈൽ പരീക്ഷണം ആവർത്തിച്ച് ഉത്തര കൊറിയ. കഴിഞ്ഞ വെള്ളിയാഴ്ച 2 മധ്യദൂര മിസൈലുകൾ പരീക്ഷിച്ചതിനു പിന്നാലെ ഇന്നലെ തൊടുത്തുവിട്ടത് 5 ഹ്രസ്വദൂര മിസൈലുകൾ. ലോകരാഷ്ട്രങ്ങൾക്ക് ഭീഷണി ഉയർത്തി ഉത്തര കൊറിയ 4ാമത് അണുപരീക്ഷണം നടത്തിയത് കഴിഞ്ഞ ജനുവരി 6-ന്. അണുവായുധ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾക്കെതിരെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.